നമ്മൾ ശ്രദ്ധിച്ചായിരുന്നോ? ചില പേഷ്യൻസിൻ്റെ പല്ല് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ലുക്ക് ഉണ്ടാവും മുമ്പിലത്തെ പല്ല്. നല്ല മറ്റു പല്ലുമായിട്ട് ചേർച്ച വെച്ച് നോക്കുമ്പോൾ വെള്ള കളർ പല്ല് തന്നെയാണ് വന്നിരിക്കുന്നത്, പക്ഷെ കാണുമ്പോൾ എന്തോ വെച്ച സാധനം എന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു ഈസ്റ്ററിക് ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ച സാധനം മനസ്സിലാൻ പാടില്ല, അത് കംപ്ലീറ്റ്ലി മേർജ് ആയിട്ട് പോകും. അപ്പോൾ എന്താണ് ഈ ഡിഫറൻസ്? ചില പല്ലുകൾ ആർട്ടിഫിഷ്യലായിട്ടും ചില പല്ലുകൾ നാച്ചുറലായിട്ടുണ്ടാവും. സോ ഡിഫറൻസ് വരുന്നത് മെയിനായിട്ട് നമ്മൾ കാണേണ്ടത് ആ ഡെന്റിസ്റ്റിൻ്റെയും ആ ഒരു ലാബിൻ്റെ കമ്മ്യൂണിക്കേഷനിലാണ്. അത് പ്രോപ്പർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ക്രൗൺ ചെയ്യുന്നതെങ്കിൽ, ആർട്ടിഫിഷ്യൽ ടൂത്ത് വെക്കുന്നെങ്കിൽ അത് നാച്ചുറലായിട്ട് മേർജ് ആയിട്ട് വരും. ഇനി മെറ്റീരിയൽ ഓഫ് ചോയ്സ് പൂർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആർട്ടിഫിഷ്യലിസം കാര്യം വരും. ഇനി അത് വിട്ടേ, ഇനി ഏത് ലാബാണ് ആ വർക്ക് ചെയ്യുന്നതെന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. ഡോക്ടർ വന്നിട്ട് ലാബിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, കളർ മാച്ച് എങ്ങനെ കളർ മാച്ച് ചെയ്യും? ജസ്റ്റ് കണ്ണോണ്ട് കണ്ടു കഴിഞ്ഞാൽ കളർ മാച്ച് ആവുമോ? നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന ലൈറ്റിൽ കാണുന്ന പല്ലിൻ്റെ കളറും നിങ്ങൾ ഡേ ലൈറ്റിൽ പുറത്തു പോയി കാണുന്ന പല്ലിൻ്റെ കളറും നിങ്ങളൊരു പബ്ബ് പോയാൽ കാണുന്ന പല്ലിൻ്റെ കളറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ ആ കളർ മാച്ച് കിട്ടണമെങ്കിൽ ഡോക്ടർ അവിടെ ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് പോയി പ്രോപ്പറായിട്ട് ഫോട്ടോ റെക്കോർഡ്സ് ചെയ്ത് ആ ഒരു ഷെയ്ഡ് ഗൈഡ് വെച്ചിട്ട് നല്ല രീതിയിൽ ഷെയ്ഡ് നോക്കി എന്നിട്ട് ഒരു ട്രയലെല്ലാം നോക്കി കൃത്യമായിട്ട് അസസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പല്ലിലേക്ക് ആ ഒരു ആർട്ടിഫിഷ്യൽ ടീത്ത് വെക്കുന്നുണ്ടാവും. സോ ആ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഓഫ് ചോയ്സ് മെയിൻ, കളർ മാച്ചിങ് മെയിൻ. ഇനി ഇതൊക്കെ പോട്ടെ, ഒരു ടൂത്ത് സ്ക്വയർ ഷേപ്പും ഒരു ടൂത്ത് റൗണ്ടും ആണെങ്കിൽ കാണാൻ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാകത്തില്ലേ? അപ്പോൾ എന്താണോ അഡ്ജസൻ ടൂത്ത് ആ ഷേപ്പിലേക്ക് ഈ ടൂത്തും വരണം. സോ അതും ഒരു ഇമ്പോർട്ടൻ്റ്, അതും ഒരു ഫോട്ടോഗ്രാഫി ക്ലിക്ക് വഴിയോ അല്ലെങ്കിൽ ഡോക്ടർ കൃത്യമായിട്ട് വരച്ചു കൊടുക്കുന്ന വഴിയാണ് അത് കൃത്യമായിട്ട് കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് ലാബും ഡോക്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ ഈ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം നന്നാവുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ വർക്കും നിങ്ങളുടെ പല്ലിൻ്റെ ആ വർക്കും നല്ല റിസൾട്ട് കിട്ടും. സോ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടാൻ പിന്നെ കുറച്ച് മെറ്റീരിയൽ ഓഫ് ചോയ്സ് ഞാൻ പറഞ്ഞുതരാം. ഇമാക്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ മുമ്പിലത്തെ പല്ലുകൾക്ക് വെനീറിങ് ഒരു ലാമിനേഷൻ കൊട്ടിങ്ങളും ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കവറിങ് ചെയ്യുന്ന സമയത്തോ ഫ്രണ്ട് ടൂത്തിനാണെങ്കിൽ ഇമാക്സ് വെനീസ് കൊടുക്കും. എന്താണ് അതിൻ്റെ ഉപകാരം? ടൂത്തുമായിട്ട് ബോണ്ട് ചെയ്യുന്നതിനാൽ ടൂത്തിൻ്റെ ഇനാമൽ പോലെ തന്നെ ഇത് മിമിക് ചെയ്യും. സോ സ്ട്രെങ്ത്തും അച്ചീവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലൈറ്റ് റിഫ്ലക്ഷൻ പ്രോപ്പർ ആയിരിക്കും. സോ ഇമാക്സ് വെനീർ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ നല്ലൊരു ഭംഗി, ആ ഒരു നാച്ചുറാലിറ്റി കാര്യം വരും. ഇനി പിന്നെയുള്ളത് സിർക്കോണിയ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. അതും ഒരു നല്ല പല്ല് കളർ മെറ്റീരിയലാണ്. ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ബട്ട് ഇമാക്സ് വെനീറും സിർക്കോണിയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ബെൻസ് കാറും ഒരു ഹുണ്ടായി കാറും കമ്പയർ ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു PFM ഒരു മെറ്റൽ സെറാമിക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഒരു മെറ്റൽ ലെയർ ഉള്ളിലുണ്ടാവും, അതിൻ്റെ മേലെ സെറാമിക് ലെയറിങ്. അത് കുറച്ചും കൂടി പുവർ ആയിട്ടുള്ള ഈസ്തറ്റിക്സ് ആണ്, ജസ്റ്റ് ഫംഗ്ഷൻ മാത്രം സെർവ് ചെയ്യും. സോ അത് നമ്മളത് മുമ്പിലത്തെ പല്ലുകൾക്ക് പ്രിഫർ ചെയ്യലില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ ഡെന്റിസ്റ്റ് പോയി കഴിഞ്ഞാൽ അത് ഈസ്റ്ററിക് ഡെന്റിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ്, പല്ലിൻ്റെ ഫോട്ടോഗ്രാഫ്സ്, ആ ഒരു ഷേപ്സ്, സ്ട്രക്ചർ ഇതൊക്കെ നോക്കിയിട്ടാണ് ആ വർക്കിലേക്ക് പോകത്തുള്ളൂ. സോ അപ്പോഴാണ് നിങ്ങളുടെ പല്ല് കൂടുതൽ നാച്ചുറലായിട്ട് വരിക. ഫോളോ ചെയ്യും ഡോക്ടർ ബേബി ഡെന്റിസ്ട്രി.